രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന മനുഷ്യന്റെ പ്രത്യേകത. ചേച്ചി അവൻ ഓക്കെ അല്ലേ? സംസാരിക്കുന്നതിൽ ഓക്കെ അവനാ സംസാരിക്കുന്നത് പൂട്ട് പൂജിക്കാതെ പറ്റില്ല. ഒരു അവസ്ഥയിൽ ഒരാൾ പെട്ട് കഴിയുമ്പോൾ അവന് വേണ്ടി അവൻ ആ കാര്യം വ്യക്തമാക്കി പറയും. ഇവിടെ എത്രയോ പ്രഗത്ഭരുണ്ട് പറഞ്ഞാൽ ജനം കേൾക്കുന്നവര് ഇല്ലേ? അവരാരേലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ ഒരുത്തൻ പറയുന്നു. എനിക്ക് ഏറ്റവും വേദന അതാണ്. അവന് ഏറ്റവും കൂടുതൽ പറയുന്നത് ആണുങ്ങളെ പറ്റി പറയുമ്പോൾ, ആണുങ്ങളെ ഒരു പ്രശ്നം പറയുമ്പോൾ പുല്ല് വിലയെ കാണുന്നു, ആണുങ്ങൾ ഇങ്ങനെ അനുഭവിക്കുക, ആണുങ്ങൾ ഇതെന്ന് അവനിന്ന് കരഞ്ഞു പറയുമ്പോൾ അവനെ തെറി പറയുന്ന ആണുങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിലേക്ക് എത്തി. അപ്പൊ അതാ ഞാൻ പറയുന്നത്, മറ്റൊരാളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ ഒരു പുണ്യം വേണം. അതാണ് അവൻ. അതുപോലെ ആ ഒരു സമയത്ത് നിങ്ങൾ സ്ട്രഗ്ലിംഗ് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ ചേച്ചിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാമിലിയിലുള്ളതിനേക്കാളും കൂടുതൽ പുള്ളി എടുക്കുന്നായിരുന്നു, സപ്പോർട്ട് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. എങ്ങനെയൊക്കെയായിരുന്നു പുള്ളിയുടെ ആ ഒരു? ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മുന്നേ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ആരെ വിളിക്കണം എന്ന്. അപ്പം ഞാൻ വിളിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് പാതിരാത്രിക്ക് വിളിക്കാം, ഞാൻ കാലിക്കറ്റ് വരണമെങ്കിൽ വരാം, 5 പൈസ നിങ്ങൾ ചിലവാക്കണ്ട, ടെൻഷൻ അടിക്കരുത്, ആത്മഹത്യ ചെയ്യുക അങ്ങനെ ഒന്നും ചിന്തിക്കരുത്, പിന്നെ ആൾ തിരിച്ചു വരും, നമ്മുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുന്നു. ആ സമയത്ത് അങ്ങനെ പറയാനൊരാളുണ്ടാവുന്നത് അത്രയും വലിയ കാര്യമല്ലേ.